കാണേണ്ടതാണ്. അറിഞ്ഞോ അറിയാതെയോ ഒരു മോശപ്പെട്ട പ്രവർത്തനവും വിശുദ്ധ റമളാനിൽ നമുക്ക് നമ്മളിൽ നിന്ന് വന്നു പോയിക്കൂടാ. അത് വാക്കുകൊണ്ടാകട്ടെ, പ്രവൃത്തി കൊണ്ടാകട്ടെ, പെരുമാറ്റങ്ങൾ കൊണ്ടാകട്ടെ, എന്ത് രീതിയിലാണെങ്കിലും വിശുദ്ധ റമളാനിനെ അനാദരിക്കുന്ന, വിശുദ്ധ റമളാനിനോട് അനാദരവ് കാണിക്കുന്ന ഒരു രൂപത്തിൽ ഒരു സംഗതികളും നമ്മളിൽ നിന്ന് വന്നു പോയിക്കൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്നാകാനുള്ള മനസ്സ് റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു സംഭവം ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ അതേ മഹത്തുക്കൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. എന്താണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ ആകുമ്പോ, ബൈനമാ അന വാഖിഫുൻ ഇൻദൽ മീസാൻ, ഞാൻ മീസാനിന്റെ ചാരത്തിങ്ങനെ നിൽക്കുകയാണ്. മീസാൻ എന്ന് പറഞ്ഞാൽ നന്മ തിന്മകൾ തൂക്കുന്ന ആ തുലാസ്. ഒരു മനുഷ്യന്റെ ഭൗതികമായ ജീവിതത്തിൽ അവൻ ചെയ്തു കൂട്ടിയ നന്മകൾ, അതേപോലെ തിന്മകൾ, ഇത് രണ്ടും തൂക്കുന്ന തുലാസാണ് മീസാൻ എന്ന് പറയുന്നത്. ഞാൻ ഖിയാമത്ത് നാളിൽ ആ സമയത്ത് മീസാൻ എന്ന തുലാസിന്റെ അരികിൽ ഇങ്ങനെ നിൽക്കുന്ന നേരം, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ കൊണ്ടുവരപ്പെടുന്നുണ്ട്. ആ ചെറുപ്പക്കാരനെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ വൽ മലായികത്തു, അല്ലാഹുവിന്റെ മലക്കുകൾ, യദ്രിബൂനഹു വജ്ഹം വദുബ്റാ, മലക്കുകൾ ആ ചെറുപ്പക്കാരന്റെ മുന്നിലും പിന്നിലുമായി നിന്നുകൊണ്ട് അവനെ വല്ലാണ്ട് പ്രഹരിച്ചുകൊണ്ടാണ് വരുന്നത്, വല്ലാണ്ട് അടിച്ചുകൊണ്ടാണ് വരുന്നത്. സുബ്ഹാനല്ലാഹ്. ഖിയാമത്ത് നാളില് ആ സമയത്ത് ഈ ചെറുപ്പക്കാരനെ ഒരു സംഘം മലക്കുകൾ ചേർന്നുകൊണ്ട് മുന്നിലും പിന്നിലും അടിച്ചുകൊണ്ട്, പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരനെ ഇങ്ങനെ കൊണ്ടുവരുന്നു. ആ ചെറുപ്പക്കാരൻ എന്റെ സവിധത്തിലെത്തുമ്പോ എന്റെ അടുക്കൽ അവിടെ നിന്നുകൊണ്ടവൻ പറയുന്നു, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, ഓ മുഹമ്മദ് നബിയേ, അൽ മുസ്തഗാസ്, അൽ മുസ്തഗാസ്, അൽ മുസ്തഗാസ് ബിക യാ റസൂലല്ലാഹ്. ഓ മുത്തു നബിയേ, എന്നെയൊന്ന് രക്ഷപ്പെടുത്തുമോ, എന്നെയൊന്ന് രക്ഷിക്കുമോ മുത്തു നബിയേ, എന്നെയൊന്ന് സഹായിക്കുമോ മുത്തു നബിയേ. എന്നെ കാണുമ്പോൾ എന്നോട് വിളിച്ചു പറയുന്നു ആ ചെറുപ്പക്കാരൻ, കാരുണ്യത്തിന്റെ കേദാരമായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഫഅഖൂലു, ആ സമയത്ത് ഞാൻ ചോദിക്കുകയാണ്, യാ മലായികത റബ്ബി, ഓ പടച്ചവന്റെ മലക്കുകളെ, മാ ദംബുഹു, എന്താ ഈ ചെറുപ്പക്കാരൻ ചെയ്ത തെറ്റ്? നിങ്ങൾ എന്തിനാണ് ഈ ചെറുപ്പക്കാരനെ ഇത്ര വേദനിപ്പിച്ചു കൊണ്ടുപോകുന്നത്? ഇത്ര വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഈ ചെറുപ്പക്കാരനെ നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടല്ലോ, എന്താണ് ഈ ചെറുപ്പക്കാരൻ ചെയ്ത തെറ്റ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ മലക്കുകളോട് ചോദിക്കുമ്പോ, ഫയഖൂലൂന, മലക്കുകൾ പറയുന്നു, അദറക ശഹ്റു റമളാൻ, ആ
ചെറുപ്പക്കാരൻ ഭൗതികമാകുന്ന ലോകത്ത് ജീവിച്ചിരുന്നപ്പോ ആ ചെറുപ്പക്കാരന്റെ സവിധത്തിലേക്ക് അരികിലേക്ക് പരിശുദ്ധമായ റമളാൻ മാസം കടന്നുപോയി. പരിശുദ്ധ റമളാൻ മാസം കടന്നുപോയി. ഈ ചെറുപ്പക്കാരൻ എന്നത് ഹദീസിൽ പറഞ്ഞാൽ ചെറുപ്പക്കാരിയും ആകാം, ചെറുപ്പക്കാരിയും ആകാം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇത് സ്ത്രീകൾക്കുമാകാം. മുത്തുനബി തങ്ങൾ ഇവിടെ ഈ മുത്തുനബി തങ്ങൾ ഈ ഹദീസ് പറയുന്നത് ഒരു ചെറുപ്പക്കാരൻ എന്ന രൂപത്തിലാണ്. അപ്പൊ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് അള്ളാന്റെ റസൂല് ചോദിച്ചു മലക്കുകളോട്, എന്താണ് ഇവൻ ചെയ്ത തെറ്റ്? ഇവൻ ഇത്രയേറെ കഠിനമായ പീഡനങ്ങൾ, കഠിനമായ അദാബുകൾ ഇവിടെ കൊടുക്കാനുള്ള കാരണം എന്താണ് മലക്കുകളെ? അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചപ്പോ ആ മലക്കുകൾ കൊടുത്ത മറുപടി, പരിശുദ്ധമായ റമളാൻ മാസം ഈ മനുഷ്യൻ ഭൗതികമാകുന്ന ലോകത്ത് ജീവിച്ചിരുന്നപ്പോ ആ മനുഷ്യനിലേക്ക് പരിശുദ്ധ റമളാൻ മാസം കടന്നു ചെന്നു. വലം യതുബ്, ആ ചെറുപ്പക്കാരൻ അതേ തിന്മകളിൽ നിന്ന് മാറി നിന്നില്ല, തിന്മകളിൽ നിന്ന് മാറി നിന്നില്ല. റമളാൻ വരുന്നതിന് മുമ്പ് ഏത് തിന്മയിലാണോ ആണ്ടുപോണ്ട് ജീവിച്ചത് ആ തിന്മകളിൽ നിന്ന് മാറി നിന്നില്ല. അവൻ തൗബ ചെയ്തു മടങ്ങിയില്ല, തെറ്റുകുറ്റങ്ങൾ നിർത്തിയില്ല. ഇന്നലകളിൽ ചെയ്ത, കഴിഞ്ഞ മാസങ്ങളിൽ ചെയ്ത അതേ തെറ്റുകുറ്റങ്ങൾ തന്നെ ആവർത്തിച്ചുകൊണ്ട് ഈ വിശുദ്ധ റമളാനിലും ആ തെറ്റുകുറ്റങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ചു. വലം യതുബ്, അവൻ തൗബ ചെയ്തില്ല. അങ്ങനെ അവൻ തൗബ ചെയ്യാതെ ആ തെറ്റുകുറ്റങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് അവൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അല്ലാഹു തആല അവന് പെട്ടെന്നൊരു മരണം കൊടുക്കുകയാണ്. പെട്ടെന്നൊരു മരണം കൊടുക്കുകയാണ്. അല്ലാഹു തആല പെട്ടെന്ന് അവനെ അങ്ങ് മരിപ്പിച്ചു കളഞ്ഞു. തൗബ ചെയ്യാൻ അവസരം കൊടുത്തില്ല, അവൻ തൗബ ചെയ്തിട്ടുമില്ല. ഫഅഖൂലു, ഞാൻ പറയും, ഹൽ ഖറഅതൽ ഖുർആൻ, പൊന്നുമോനെ നീ വിശുദ്ധമായ ഖുർആൻ ഓതി പഠിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, മോനെ നീ പരിശുദ്ധമായ ഖുർആൻ ഓതി പഠിച്ചിട്ടുണ്ടോ മോനെ? ഫയഖൂലു, ആ ചെറുപ്പക്കാരൻ പറയും, തഅല്ലംതുഹു, അതെ നബിയെ, ഞാൻ പഠിച്ചിട്ടുണ്ട്. മദ്രസയിൽ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്, നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ട്. എന്റെ ഫോട്ടോ ഒക്കെ നല്ല ഫ്ലെക്സിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനാണ്? പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിച്ച് ഫസ്റ്റ് കിട്ടിയപ്പോ അതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട്, നന്നായി ഖുർആൻ ഓതാൻ എനിക്കറിയാം, ഇതൊക്കെയും എനിക്കറിയാം. പക്ഷേ വനസീതുഹു, അതൊക്കെയും ഞാനങ്ങ് മറന്നുപോയി നബിയേ. ഞാൻ പിന്നെ വേറെ മേഖലകളിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോ ആ പഠിച്ച ദീൻ മുഴുവനും ഞാനങ്ങ് മറന്നുപോയി. ആ പഠിച്ച ദീൻ ഞാനങ്ങ് മറന്നുപോയി. സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ കൂടെ മദ്രസയിൽ പഠിച്ച ഒരു കൂട്ടുകാരൻ, ഇന്ന് അയാൾ സജീവ പാർട്ടി പ്രവർത്തകനാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സജീവ പ്രവർത്തകനാണ്. അപ്പൊ ഞാൻ പള്ളിയിൽ വെച്ച് കണ്ടപ്പോ ചോദിച്ചു, ഇന്നെന്താ പരിപാടി? അപ്പൊ പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ പാർട്ടി സമ്മേളനമാണ്. ഞാൻ എൻ്റെ വീട്ടിലെ ഇഫ്താറിന് വേണ്ടി ക്ഷണിച്ചതാണ്. അപ്പൊ പറഞ്ഞു, ഞാൻ ഇന്ന് കാണൂല. കാരണം എന്താ? ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട സമ്മേളനം, ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, പാർട്ടി സമ്മേളനമോ? ഇഫ്താറിന്റെ സമയത്ത് നോമ്പ് തുറക്കണ്ടേ? ഇഫ്താറിന്റെ സമയത്ത് അതെ പള്ളിയിൽ മഗ്രിബ് നിസ്കരിക്കണ്ടേ? അപ്പൊ പറഞ്ഞു, അങ്ങനെ നിസ്കാരം മുടക്കിയിട്ടുള്ള സമ്മേളനമല്ല. പിന്നെ ആ സമ്മേളനം വെച്ചിരിക്കുന്നത് ഇന്ന പള്ളിയുടെ തൊട്ടടുത്താണ്. അപ്പൊ പിന്നെ ബാങ്കിന്റെ സമയത്ത് തന്നെ ഞങ്ങൾക്ക് കൃത്യമായി നോമ്പ് തുറക്കാനും നിസ്കരിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ നേരത്തെ സംവിധാനിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ പഠിച്ചത്, ചെറുപ്പത്തിൽ പഠിച്ചത് ഉപകാരപ്പെട്ടു. രാഷ്ട്രീയക്കാരനായിക്കോട്ടെ,
രാജ്യത്തിന് വേണ്ടി രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ, അതൊരു നല്ല കാര്യം ആയിക്കോട്ടെ. പക്ഷെ അതിന്റെ പേരിൽ ദീൻ മടക്കി വെക്കാൻ നിന്നില്ല, അതിന്റെ പേരിൽ ദീൻ മാറ്റി വെക്കാൻ നിന്നില്ല. റബ്ബേ, ആ ചെറുപ്പക്കാരനിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെറുപ്പക്കാരനോട് ചോദിച്ചു, പൊന്നുമോനെ, നീ മതം പഠിച്ചിട്ടില്ലയോ, ദീൻ പഠിച്ചിട്ടില്ലയോ, ഖുർആൻ പഠിച്ചിട്ടില്ലയോ, മദ്രസയിൽ പോയിട്ടില്ലയോ? ഓ മുത്തു നബിയെ, ഞാൻ പഠിച്ചിട്ടുണ്ട് നബിയെ, പക്ഷേ ഞാൻ അതൊക്കെയും മറന്നുപോയി. വേറെ ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോ, വേറെ മേഖലകളിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോ അതൊക്കെയും ഞാൻ അങ്ങ് മറന്നുപോയി. ഫഅഖൂൽ, ഞാൻ അതേ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ, നീ മോശപ്പെട്ട ഒരു ചെറുപ്പക്കാരനായി പോയല്ലോടാ. ഇതൊക്കെ പഠിച്ച് അതൊക്കെ മറന്ന് താന്തോന്നിയായി ജീവിച്ച നീ മോശമായി പോയല്ലോ. നിന്റെ അവസ്ഥ വല്ലാത്ത മോശം മോശം. പൊന്നാര മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതെ ആ ചെറുപ്പക്കാരനെ നോക്കിയിട്ട് പറഞ്ഞു, ഫലാ ഹുവ യത്റുകുനി വലൽ മലായികതു യത്റുകൂനഹു സുമ്മ അശ്ഫഉ ലഹു മിനല്ലാഹി തആല. ഇതൊക്കെയും പറഞ്ഞിട്ടും കാരുണ്യത്തിന്റെ ആ ഹൃദയമുള്ള പൊന്നാര മുത്തുനബി തങ്ങള് ആ ചെറുപ്പക്കാരനെ ഒഴിവാക്കാതെ, അവിടെ നിൽക്കും മലക്കുകളെ, ഞാൻ പടച്ചവനോടൊന്ന് റെക്കമെൻഡ് ചെയ്യട്ടെ ഈ ചെറുപ്പക്കാരന് വേണ്ടിയിട്ട്. മുത്തുനബി തങ്ങൾ അല്ലാഹു തആലയോട് ഈ ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് അല്ലാഹുവിനോട് ശഫാഅത്ത് ചെയ്യുകയാണ്, അല്ലാഹുവിനോട് ശഫാഅത്ത് ചെയ്യുകയാണ്. ഫഅഖൂൽ, ഞാൻ റബ്ബിനോട് പറയുകയാണ്, ഇലാഹി ശാബും മിൻ ഉമ്മത്തി, പടച്ചവനെ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട, എൻ്റെ സമുദായത്തിൽപ്പെട്ട അതേ ഒരു ചെറുപ്പക്കാരനാണ് റബ്ബേ, എന്റേതായ മതത്തിലെ മെമ്പർഷിപ്പുള്ള ഒരു ചെറുപ്പക്കാരനാണ് റബ്ബേ. ഫയഖൂലുല്ലാഹു തആല, മുത്തുനബിയേ അല്ലാഹു തആല മുത്തുനബിയെ വിളിച്ചിട്ട് പറയുന്നു, ഓ മുത്തുനബിയേ, ഇന്ന ലഹു ഖസ്മൻ ഖവിയ്യൻ യാ അഹ്മദു. ഓ മുത്തുനബിയെ, തങ്ങൾ പറഞ്ഞാൽ പിന്നെ ഞാൻ ആർക്കാണ് വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുന്നത്? തങ്ങൾ പറഞ്ഞതുകൊണ്ട് ആ ചെറുപ്പക്കാരന് വേണ്ടി ഞാൻ വിട്ടുവീഴ്ച ചെയ്യാം നബിയെ. പക്ഷേ അവിടെയും ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ആ ചെറുപ്പക്കാരന് ശക്തനായ ഒരു എതിരാളിയുണ്ട് നബിയെ, ശക്തനായ ഒരു എതിരാളിയുണ്ട് നബിയെ. ആ എതിരാളിയെ തൃപ്തിപ്പെടുത്തിയാൽ ഞാനും ആ ചെറുപ്പക്കാരന് തൃപ്തിപ്പെട്ടു കൊടുക്കാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പടച്ച തമ്പുരാൻ ഇതങ്ങ് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ മുത്തുനബി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ചവനോട് ചോദിക്കുകയാണ്, വമൻ ഖസ്മുഹു യാ റബ്ബു ഹത്താ അർളിഹി. റബ്ബേ, ആരാണ് ആ എതിരാളി? റബ്ബേ, ആരാണ് ആ ശക്തനായ എതിരാളി? ആരാണ് റബ്ബേ? ഒന്ന് പറ, ഞാൻ ആ എതിരാളി ഒന്ന് തൃപ്തിപ്പെടുത്താം, ഞാനൊന്ന് അയാളോട് സംസാരിച്ചു നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ചവനോട് പറഞ്ഞപ്പോ അല്ലാഹു തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, ഖസ്മുഹു ശഹ്റു റമളാൻ. അവന്റെ എതിരാളി ആരാണെന്നറിയോ? അവന്റെ ശക്തനായ എതിരാളി ആരാണെന്നറിയോ? പരിശുദ്ധമായ റമളാൻ മാസമാണ് നബിയേ, പരിശുദ്ധമായ റമളാൻ മാസമാണ് നബിയേ.
റമദാൻ മാസമാണ് അവന്റെ എതിരാളി. കാരണം റമദാൻ വന്നിട്ട് അവനെ കുറിച്ചുള്ള സർവ്വതും എന്നോട് പറഞ്ഞിരിക്കുകയാണ്. റമദാൻ ആകുന്ന ഈ മാസം അവനിലേക്ക് കടന്നു പോയപ്പോ റമദാനിനെ അവൻ മൈൻഡ് ചെയ്തില്ല, റമദാനിനെ അവൻ ആദരിച്ചില്ല, റമദാനിനെ അവൻ ബഹുമാനിച്ചില്ല. റമദാനാണ് പകലാണെന്ന് പോലും നോക്കാതെ പകല് തിന്നും കുടിച്ചും നടന്നവനാണവൻ. റമദാനാണെന്ന ബോധം പോലുമില്ലാതെ ഇബാദത്തുമായി ബന്ധപ്പെടാതെ പള്ളിയുമായി ബന്ധപ്പെടാതെ നടന്നവനാണവൻ. സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് കേൾക്കാൻ കഴിഞ്ഞു. എന്താണ്? ഒരൊറ്റ ജുമുഅ പോലും നിസ്കരിക്കാതെ നടക്കുന്ന ചെറുപ്പക്കാരൻ. റമദാൻ എന്ന് മാത്രമല്ല, ഒരൊറ്റ മാസവും ഒരൊറ്റ ആഴ്ചയിലെ ഒരൊറ്റ ജുമുഅയും നിസ്കരിക്കാതെയുള്ള ജീവിതം. റബ്ബേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അത്ഭുതം തോന്നുമില്ലേ? ജുമുഅ നിസ്കരിക്കാത്ത മുസ്ലിമോ എന്ന് നമ്മൾ ഇങ്ങനെ ചിന്തിക്കും. സുബ്ഹാനല്ലാഹ്. ഇവിടെ വിശുദ്ധ റമദാൻ നമ്മൾ ഇനി എന്തൊക്കെ കൊടുത്താലും, കോടിക്കണക്കിന് രൂപയുടെ സ്വതക്കകൾ വാരിക്കോരി നമ്മൾ കൊടുത്തു എന്ന് പറഞ്ഞാലും, 1000 പേർക്ക് വീട് വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞാലും, ഈ കൊടുത്തു എന്ന് പറയുന്ന വ്യക്തി റമദാനിനെ ആദരിക്കാതെ, റമദാനിനെ ബഹുമാനിക്കാതെ ജീവിച്ച മനുഷ്യനാണോ? രക്ഷപ്പെടൂല. ആഖിറത്തിൽ രക്ഷപ്പെടൂല. ദുനിയാവിൽ ചിലപ്പോ വലിയ പേരും പ്രശസ്തിയും പെരുമയും ഒക്കെ ലഭിച്ചേക്കാം, വലിയ ഐഡന്റിറ്റിയും വലിയ അഡ്രസ്സും ഒക്കെ അവന് ലഭിച്ചേക്കാം. പക്ഷേ ആഖിറത്തിൽ റബ്ബിന്റെ അടുക്കൽ ഒരു പദവിയുമില്ല, ഒരു രക്ഷയുമില്ല. സുബ്ഹാനല്ലാഹ്. കാരണം എന്താ? റമദാൻ മാസമാണ് അവന്റെ എതിരാളിയായി നിൽക്കുന്നത്. റമദാൻ മാസമാണ് അവന് എതിരായി വന്നു നിൽക്കുന്നത്. പിന്നെങ്ങനെയാണ് രക്ഷപ്പെടുക? അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇത് കേട്ടിട്ട് റബ്ബിനോട് പറയുകയാണ്, പടച്ചവനെ, അന ബരീഉം മിമ്മൻ ഖസ്മുഹു ശഹ്റു റമളാൻ. പടച്ചവനെ, വിശുദ്ധമായ റമളാൻ മാസം എതിര് നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെ തൊട്ട് ഞാനും എതിരാകുന്നു റബ്ബേ, ഞാനും ഒഴിവാകുന്നു റബ്ബേ. വിശുദ്ധ റമളാനിന്റെ എതിര് നിൽക്കുന്ന, വിശുദ്ധ റമളാൻ വന്നിട്ട് ആ റമളാനിനെ ആദരിക്കാതെ, ആ റമളാനിനെ ബഹുമാനിക്കാതെ ഈ ആഖിറമാകുന്ന ലോകത്ത് വിശുദ്ധ റമളാനിന്റെ എതിരാളിയായ ഈ ചെറുപ്പക്കാരനിൽ നിന്ന് ഞാൻ ഒഴിവാകുന്നു അല്ലാഹ്. അവന് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യൂല അല്ലാഹ്. അവന് വേണ്ടി ഞാൻ ഒരു റെക്കമെൻഡും ഒരു ശഫാഅത്തും ചെയ്യുകയില്ല റബ്ബേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതങ്ങ് പറയുമ്പോ, വമൻ യശ്ഫഉ ലിമൻ ലം യഅരിഫ് ഹുർമത റമളാൻ. വിശുദ്ധ റമളാനിന്റെ ഹുർമത്ത് മനസ്സിലാക്കാതെ, വിശുദ്ധ റമളാനിന്റെ ആദരവ് മനസ്സിലാക്കാതെ ജീവിച്ച ഇവന് വേണ്ടി ആരാണ് റെക്കമെൻഡ് ചെയ്യുക? ആരാണ് ശഫാഅത്ത് ചെയ്യുക? അതുകൊണ്ട് ഞാൻ ഇവന് വേണ്ടി ശഫാഅത്ത് ചെയ്യുകയില്ല. മുത്തു നബി തങ്ങൾ അങ്ങ് പറയുമ്പോ ഇത് കേട്ടിട്ട് പടച്ച തമ്പുരാൻ പറയുന്നു, വ അന ബരീഉൻ മിമ്മൻ അന്ത ബരീഉം മിൻഹു. ഓ മുത്തു നബിയേ, മുത്തു നബിയേ, തങ്ങൾ ഒഴിവാക്കിയ ചെറുപ്പക്കാരനിൽ നിന്ന് ഞാനും ഒഴിവാകുന്നു നബിയേ. അല്ലാഹ് പറയുകയാണ്, കാരുണ്യത്തിന്റെ കടലായ അർഹമുർ റഹീമായ പടച്ച തമ്പുരാൻ പറയുകയാണ്, അല്ലാഹ് പറയുകയാണ്, മുത്തുനബിയെ, തങ്ങൾ ഒഴിവാക്കിയ ഒരാളെ ഞാനും ഒഴിവാക്കുന്നു. തങ്ങൾ ഒരാളെ ഒഴിവാക്കിയാൽ പിന്നെ അയാളെ ഞാൻ എങ്ങനെയാണ് സ്വീകരിക്കുക? അയാളെ ഞാൻ പിന്നെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തുക എന്ന് പടച്ച തമ്പുരാൻ പറയുന്നു. ആ ചെറുപ്പക്കാരനെ പിന്നെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ആദരവ് നന്നായി കീപ്പ് ചെയ്യണം. ആദരവ് നന്നായി കീപ്പ് ചെയ്യണം. ബഹുമാനം
എന്തിനോട്? വിശുദ്ധമായ റമളാൻ മാസത്തിനോട് അങ്ങേ അറ്റത്ത ആദരവും ആ ഒരു ബഹുമാനവും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നന്നായി കീപ്പ് ചെയ്യണം, നമ്മൾ പാലിക്കണം. നമുക്ക് നോമ്പില്ല, അല്ലെങ്കിൽ നമുക്ക് നോമ്പെടുക്കാൻ പറ്റൂല, എന്നാലും നോമ്പുകാരെ പോലെ ആയിരിക്കണം നമ്മൾ. വിശുദ്ധ റമളാനിന്റെ പകൽ പരസ്യമായി തിന്നും കുടിച്ചും വിശുദ്ധ റമളാനിന്റെ ഹുറുമത്തിനെ കാത്തു സൂക്ഷിക്കാതെ മോശത്തരങ്ങൾ കണ്ടും കേട്ടും ജീവിക്കാനാണ് ഭാവമെങ്കിൽ നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല. നമുക്ക് വേണ്ടി ഒരാളും ശഫാഅത്ത് റെക്കമെൻഡ് ചെയ്യൂല, ഒരാളും കടന്നു വരൂല. മുത്തുനബി തങ്ങൾ ശഫാഅത്ത് ചെയ്യാത്ത ഇടത്ത് വേറെ ആരാണ് നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി കടന്നു വരിക എന്ന് നാം നന്നായി മനസ്സിലാക്കണം. അല്ലാഹുവേ റബ്ബേ, അല്ലാഹുവേ റബ്ബേ, ഈ വിശുദ്ധമായ റമളാനിനെ പൂർണ്ണമായി ആദരിച്ച് ബഹുമാനിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഇതുവരെയുള്ള ഞങ്ങളുടെ നോമ്പുകൾക്കിടയിൽ എന്തെങ്കിലും വല്ല മോശത്തരങ്ങളും അനാദരവായ വർത്തമാനങ്ങളും പെരുമാറ്റങ്ങളും റബ്ബേ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാ നിന്റെ മഹളായ ഫളിൽ കൊണ്ട് ഈ വിശുദ്ധമായ 23-ാം രാവിന്റെ പോരിശ കൊണ്ട് പടച്ച റബ്ബേ നീ ഞങ്ങൾക്കൊന്ന് പുറത്തു മാപ്പാക്കി തരണേ അല്ലാ.